പ്രൗഢമായ പാരമ്പര്യവും ആഭിജാത്യവും എല്ലാം കൊണ്ട് സമ്പന്നമാണ് മാതിരപ്പള്ളി തറവാടുകൾ. ഒരു വടവൃക്ഷത്തിലെ ശിഖരങ്ങൾ എന്നതുപോലെ കുടുംബങ്ങൾ ഓരോരുത്തരും പലയിടങ്ങളിലായി പടർന്നു. അവരിൽ ഭൂരിഭാഗം പേരും അവരവരുടെ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്. അവരിൽ കുറച്ചുപേർ ഇന്നിവിടെ വിശിഷ്ടാതിഥികളായി നമ്മുടെ വേദിയിൽ സന്നിഹിതരാണ്. ശ്രീ മനോജ് മാതിരപ്പള്ളി, ശ്രീ എം.ആർ. ആന്റണി, MP ലോറൻസ്, ശ്രീ M.J. തോമസ് ഹെർബിറ്റ്, ശ്രീമതി ജെസ്സി സൈമൺ, ശ്രീമതി ഷൈമോൾ ജാൻസൺ, മറ്റ് രണ്ടുപേർ കൂടി ഇവിടെയുണ്ട്. ഇവരെല്ലാവരും തങ്ങളുടെ വിശിഷ്ട സാന്നിധ്യം ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായി ഇപ്പോൾ ആശംസയർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീ മനോജ് മാതിരപ്പള്ളിയാണ്. മികച്ച പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം. മികച്ച 9 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓണം, മിത്തും ഐതിഹ്യവും, ഇലകളിൽ ചോരുന്ന ആകാശം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. കാടിന്റെ മക്കളുടെ കഥ പറയുന്ന, അവരുടെ ജീവിതം, സംസ്കാരം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്ന കേരളത്തിലെ ആദിവാസികൾ, കലയും സംസ്കാരവും എന്നത് ഒരു ശ്രദ്ധേയമായ രചനയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, ഡോക്ടർ M.S. മേനോൻ മെമ്മോറിയൽ അവാർഡ്, ജേണൽ അവാർഡ് ബൈ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ എന്നിവ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളാണ്. കൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമി റിസർച്ച് സ്കോളർഷിപ്പും കേരള കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുക. വേദിയിലുള്ള ബഹുമാന്യരായ വ്യക്തികൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, മാതിരപ്പള്ളി കുടുംബാംഗങ്ങൾ, സമയം ഇപ്പോൾ തന്നെ വളരെ വൈകി എന്നുള്ളൊരു മുന്നറിയിപ്പ് പലതവണ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് 2-3 വാക്കുകൾ മാത്രം സംസാരിച്ച് നിർത്തുകയാണ്. മാതിരപ്പള്ളി അസോസിയേഷൻ്റെ ഇത്തരത്തിലുള്ളൊരു പരിപാടിയിൽ ഞാൻ ഇതാദ്യമായാണ് പങ്കെടുക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ നാട്ടുകാരനല്ല, ഈ നാട്ടുകാരനാകും എന്ന് വിചാരിച്ചിരുന്നതുമല്ല. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇടുക്കിയിലാണ്. മാതിരപ്പള്ളി ഈ ചേരാനല്ലൂരിൽ നിന്നും ഒരു 2-3 തലമുറകൾക്ക് മുൻപ് 1900 ആ ഒരു കാലഘട്ടത്തിൽ ഹൈറേഞ്ചിലേക്ക് ഒരാൾ തൻ്റെ ഭാര്യയോടും 5-6 കുട്ടികളോടുമൊപ്പം കുടിയേറും. അന്ന് പീരുമേട്ടിലൊക്കെ തോട്ട വ്യവസായം, ബ്രിട്ടീഷുകാരുടെ തോട്ട വ്യവസായം വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ഔസേപ്പ് എന്നൊരാൾ ചേരാനല്ലൂരിൽ നിന്നും ഭാര്യയോടും കുട്ടികളോടൊപ്പം ഹൈറേഞ്ചിലേക്ക് കുടിയേറുന്നു. പീരുമേട്ടിലെ ചായത്തോട്ടങ്ങളിൽ സൂപ്പർവൈസറായി അദ്ദേഹത്തിന് ജോലി കിട്ടുന്നു. പക്ഷെ വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹവും ഭാര്യയും 4 കുട്ടികളും മരണമടയുന്നു. മലമ്പനി, കോളറ പോലെയുള്ള രോഗം അന്ന് വളരെ ഹൈറേഞ്ചിലൊക്കെ വ്യാപകമാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ അവർ മരണമടയുന്നു. പിന്നെ 2 മക്കൾ മാത്രമാണ് അവശേഷിച്ചത്. അതിലൊന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, പിന്നെ ഒന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി. ഈ സഹോദരിയെ പിന്നീട് മഞ്ഞുമൽ ഭാഗത്തേക്കാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ പിന്നീട് ഹൈറേഞ്ചിൽ തന്നെ തുടരുന്നു. അവിടെ കാടുകൾ വെട്ടിത്തെളിച്ച് ആളുകളെല്ലാം കൃഷിയിലെത്തുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് വിവാഹിതനാകുന്നു. അദ്ദേഹത്തിന് 10 മക്കൾ, 5 ആൺമക്കളും 5 പെൺമക്കൾ. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂത്തയാളുടെ മകനാണ് ഞാൻ. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോൾ ഹൈറേഞ്ചിൽ തന്നെയാണ്. പിന്നീട് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം എറണാകുളത്തേക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എറണാകുളത്തേക്ക് എത്തുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ ജോലിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പേര് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മാതിരപ്പള്ളി എന്നുള്ള പേര് പല സ്ഥലങ്ങളിലും. മിക്കവാറും അത് ഞാൻ പങ്കെടുക്കുന്ന ജേർണലിസത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്ന പല പരിപാടികളിലും അച്ഛന്മാരുടെയൊക്കെ പേരുകളോട് ബാക്കിയായിട്ടാക്കി ഈ മാതിരപ്പള്ളി എന്ന് കേൾക്കുന്നത്. അപ്പോൾ വിചാരിക്കും, കാരണം തലമുറകളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന, ഹൈറേഞ്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അപ്പൻ്റെ കാലത്ത് ചേരാനല്ലൂരിൽ നിന്നും അവിടേക്ക് കുടിയേറിയതാണ്. അങ്ങനെ ഒരു കഥ മാത്രം പറയും. പിന്നീട് പരസ്പര ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോയി. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ അച്ഛന്മാരുടെ കൂടെ പേരിൻ്റെ ബാക്കിയായിട്ട് മാതിരപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അതുണ്ട്. ഒരു പക്ഷേ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാമെന്ന് തോന്നാറുണ്ട്. ഇതിനിടയ്ക്ക് മറ്റു ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ചിലരൊക്കെ പറയും, കോതമംഗലത്തിനടുത്തൊരു മാതിരപ്പള്ളി ഉണ്ടല്ലോ, അവിടെയാണ് വീട് എന്നോട് ചോദിക്കും. ഞാൻ പറയും, പക്ഷേ ആ മാതിരപ്പള്ളിയായിട്ട് എനിക്ക് ബന്ധവുമില്ല, അതൊരു സ്ഥലത്തിൻ്റെ പേരാണല്ലോ, എൻ്റേത് വീട്ടുപേരാണ് എന്ന് പറയും. പക്ഷേ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ മാതിരപ്പള്ളിയിൽ നിന്നാണ് ഇങ്ങോട്ടുള്ള ആളുകൾ വന്നിരുന്നത് എന്ന്. അങ്ങനെ
സ്റ്റാൻലി മാതിരിപ്പള്ളി, ക്രിസ്റ്റഫർ സാർ അവരുമായിട്ട് അങ്ങനെയാണ് പരിചയപ്പെടുന്നതും ഒക്കെ. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായി നേരിട്ട് കാണുന്ന ഒരു മാതിരിപ്പള്ളിക്കാരൻ എന്ന് പറയുന്നത് ഫാദർ ജോർജ് മാതിരിപ്പള്ളിയാണ്. അതിൻ്റെ കാരണം എൻ്റെ 2 കുട്ടികൾ പഠിക്കുന്നത് അസിസി സ്കൂളിലാണ്. അപ്പോൾ രാവിലെ പലപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ അച്ഛനെ അവിടെ കാണാറുണ്ട്. ഞാൻ മാതിരിപ്പള്ളിക്കാരൻ ഒരു പൊതു സവിശേഷത എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഹൈറേഞ്ചിലുള്ള എൻ്റെ അപ്പാപ്പന്മാരുടെ കാര്യം വെച്ചിട്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള മാതിരിപ്പള്ളിക്കാരെ ഉദ്ദേശിച്ചതല്ല. പൊതുവെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മനുഷ്യത്വത്തിൽ കുറവായിരിക്കും. എല്ലാവരും വളരെ പരിക്കൻ മനുഷ്യരായിട്ട്. ആരോ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അവരെ നേരിട്ട് തീരുമെന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ പെരുമാറ്റം. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അസോസി സ്കൂളിൽ നിൽക്കുമ്പോൾ അച്ഛനെ രാവിലെ കാണും. അച്ഛനെ ഇവിടെ കാണുന്ന അച്ഛനെ തന്നെ ഞാൻ അവിടെ കാണും. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് അത് തന്നെ. കാരണം അതാണ് അച്ഛൻ്റെ ഒരു മുഖഭാവം. പിന്നെ ഹൈറേഞ്ചിലെ മാതിരിപ്പള്ളിക്കാരുടെ മറ്റൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇവരാരും വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന ഭാര്യമാരെ അവരുടെ വീട്ടിലേക്കൊന്നും വിടുകയില്ല. വല്ലപ്പോഴും ഒന്നും രാവിലെ പോയി അപ്പോഴേ തിരിച്ചു പോകുന്നതാണ്, അത്രേ ഉള്ളൂ. പിന്നെ അതിനൊപ്പം ഇവരെല്ലാം നമ്മുടെ ഈ തലയിൽ തരുന്ന ഡൈ ഉണ്ടല്ലോ, ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാണ്. ഒരു 80 വയസ്സ് കഴിഞ്ഞവരെ കണ്ടാലും ചെറുപ്പക്കാരാണ്. അതാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ പലരും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ആൾക്കാർ പല പുള്ളിക്കാരുണ്ട്. പിന്നെ ഇപ്പം ഈ കുടുംബചരിത്രം പറഞ്ഞിട്ട് പൊതു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നിർത്തുകയാണ്. ഇപ്പം നമ്മുടെ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. അവിടെ ജോലി ചെയ്യുന്നു, അവിടെ സെറ്റിൽഡ് ആവുന്നു, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ. പക്ഷെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മളും ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഒരു രാജ്യാന്തര കുടിയേറ്റത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ കോതമംഗലത്തിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറുന്നു. കോതമംഗലം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമാണ്, തിരുവിതാംകൂറായിരുന്നു. തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നു. അന്ന് തുടങ്ങിയതാണ് ആ രാജ്യാന്തര കുടിയേറ്റം. പിന്നെ അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉള്ള നമ്മളാരും മോശക്കാരല്ല, പുറത്തിരിക്കുന്നവരൊന്നും വലിയ ആളുകളും അല്ല എന്നുള്ളൊരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും എല്ലാവരും കാണാൻ കഴിഞ്ഞ സന്തോഷം. ഇനിയും കാണാം, സംസാരിക്കാം. വളരെയധികം വളരെ സരസമായി സംസാരിച്ച് നമ്മളെ രസിപ്പിച്ച ശ്രീ മനോജ് മാതിരപ്പള്ളിക്ക് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സാഹിത്യ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി പുരോഗമിക്കട്ടെ എന്ന ആശംസകളും കൂടി നൽകുകയാണ്.